പ്രധാനമന്ത്രിയുടെ അടുത്ത കൊച്ചിയിലെ സന്ദർശന പരിപാടികൾ തുടരുകയാണ്. പ്രധാനമന്ത്രി ഉടൻ തന്നെ അടുത്ത വേദിയിലേക്ക് എത്തും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപമുള്ള വേദിയിലേക്കാണ് പ്രധാനമന്ത്രി എത്തിച്ചേരാൻ പോകുന്നത്. എൽദോ പോൾ പുതുശ്ശേരി, ഒപ്പം തന്നെ നവമി ദിനേശും നമുക്കൊപ്പമുണ്ട്. എൽദോ, എന്താണ് പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നോ? അദ്ദേഹം മറൈൻ ഡ്രൈവിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഈ പ്രത്യേക വേദിയിലേക്ക് എത്തിച്ചേരും. ഈ കാത്തിരിപ്പ് കാണുക. റോഡിന്റെ രണ്ട് വശങ്ങളിലുമായി ബിജെപി പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുകയാണ്. ആവേശത്തിൽ അവർ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ജയ് വിളിച്ചുകൊണ്ട് അവർ കാത്തു നിൽക്കുന്നു. ഇപ്പോൾ ഇതാ അകമ്പടി വാഹനങ്ങൾ വരുന്നു. അകമ്പടി വാഹനങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പരിസരത്തേക്ക് എത്തിച്ചേരുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഇതാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹമാണ് കടന്നു വരുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇതാ ഈ വഴിയിലേക്ക് കടന്നു വരുന്നു. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ ആ വേദിയിലേക്ക് എത്തിച്ചേരും. ധീവരസഭയുടെ സുവർണ ജൂബിലി ഉദ്ഘാടന ചടങ്ങ്, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം പ്രധാനമന്ത്രി ഇപ്പോൾ തിരിക്കുകയാണ്. യാത്ര തിരിച്ച് അദ്ദേഹം ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. വളരെ സുപ്രധാനമായ രണ്ട് പരിപാടികളാണ് അദ്ദേഹത്തിന് അവിടെ നിർവഹിക്കാനുള്ളത്. ഒന്ന് NDAയുടെ സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങളാണ്, ഇന്ത്യയുടെ സമ്മേളനമാണ്. മറ്റൊന്ന് ചില പ്രധാനപ്പെട്ട ഉദ്ഘാടന ചടങ്ങുകളാണ്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളാണ്. പ്രധാനമന്ത്രി കേരളത്തിൽ കൃത്യമായി രാഷ്ട്രീയം പറയാൻ പോകുന്ന വേദിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. റോഡ് ഷോയോടുകൂടി പ്രധാനമന്ത്രി അവിടേക്ക് എത്തിച്ചേരുന്നു എന്ന് മനസ്സിലാക്കാം. റോഡിൻ്റെ ഇരുവശങ്ങളിലും പ്രധാനമന്ത്രി കടന്നുപോകുന്ന ഇരുവശങ്ങളിലും തിങ്ങി നിൽക്കുന്ന ആൾക്കൂട്ടമുണ്ട്. അവിടെ പ്രധാനമന്ത്രിയെ കാണാൻ, വീക്ഷിക്കാൻ നിരവധി ആളുകൾ നിൽക്കുകയാണ്. BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ വരവ് നൽകുന്ന വലിയൊരു ആവേശമാണ്. ഇതോടുകൂടി അനൗദ്യോഗികമായ പ്രചരണ തുടക്കം ആവുകയാണ്. പ്രധാനമന്ത്രിയുടെ പരിപാടിയോടുകൂടി അങ്ങനെ പോകുന്നു. അതേസമയം മറുവശത്ത് നമുക്ക് കാണാനാവുന്നത് ഈ പരിപാടിയിൽ ബഹിഷ്കരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ബദൽ നീക്കം നടക്കുന്നു. ദേശീയപാത ഉദ്ഘാടന ചടങ്ങുകളിൽ തങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇതാ ഇവിടെ മുഹമ്മദ് റിയാസ് ദേശീയപാതകളിലൂടെ റോഡ് ഷോ സംഘടിപ്പിക്കുന്നു. അതുകൂടി നടക്കുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെ കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുന്ന രാമനാട്ടുകര മുതലുള്ള മേഖലയിലെ ആ റീച്ചിലെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി അവിടെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ റോഡ് ഷോയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ജനകീയ ഉദ്ഘാടനത്തിലൂടെ ജനകീയ പാത പ്രധാനമന്ത്രി, നമുക്ക് വീണ്ടും പ്രധാനമന്ത്രിയുടെ വേദിയിലേക്ക് മടങ്ങി പോവാം. പ്രധാനമന്ത്രി കൊച്ചിയിലെ വേദിയിൽ എത്തിക്കഴിയുന്നു. അവിടെ നവമി, ഒപ്പം എൽദോ ചേരുന്നു. എൽദോ, പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേർന്നു അല്ലേ? നമുക്കറിയാവുന്ന പോലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം, അതിന്റെ തറക്കല്ലിടൽ പരിപാടിയിലേക്കാണ് ആദ്യം പോവുക. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി NDAയുടെ പ്രത്യേക വേദിയിലേക്ക് എത്തുക. NDAയുടെ ആ വേദിയിൽ പ്രധാനമന്ത്രി എത്തി ആയിരങ്ങളെ അഭിസംബോധന ചെയ്യും. ഒരുപക്ഷെ സജിത്ത്, ഈ കാണേണ്ട കാഴ്ച ഒരുപക്ഷെ വേദിക്കുള്ളിലല്ല എന്ന് തോന്നുന്നു, വേദിക്ക് പുറത്ത്. അതായത് ഇപ്പോഴും കലൂര് ആ റോഡരികിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന കാണികളാണ്, അല്ലെങ്കിൽ പ്രവർത്തകരാണ്. ഈ പ്രവർത്തകരെ ഒരു തരത്തിലും ഉള്ളിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ രണ്ട് വേദിയും നിറഞ്ഞു എന്നാണ് ഈ NDAയുടെ വോളണ്ടിയർമാർ നമ്മളെ അറിയിക്കുന്നത്. ആദ്യ വേദി, അതായത് പദ്ധതികളുടെ തറക്കല്ലിടുന്ന വേദി, വളരെ പെട്ടെന്ന് തന്നെ രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ അത് നിറഞ്ഞിരുന്നു. അങ്ങനെ രണ്ടാമത്തെ വേദിയിലേക്ക് പ്രവർത്തകരെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ഇപ്പോഴിതാ കലൂർ മെട്രോ സ്റ്റേഷൻ മുതൽ തന്നെ റോഡിന്റെ രണ്ടു വശങ്ങളിലും തിങ്ങി നിറഞ്ഞ പ്രവർത്തകർ നിൽക്കുകയാണ്. ഈ വഴിയിലൂടെ നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി കടന്നു വരുന്നത് കാണുക എന്നുള്ളതായിരുന്നു ആദ്യ ലക്ഷ്യം. അതിന് പിന്നാലെ തന്നെ അവരിതാ ഇപ്പോഴും കാത്തു നിൽക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഒരുപക്ഷെ തിരികെ പോകുന്ന വഴിയിലും ഒരു നോക്ക് ഒന്നുകൂടി അത് കാണുക എന്നുള്ളതായിരിക്കാം ലക്ഷ്യം. രണ്ട് വഴികളിലും നിറഞ്ഞ് പ്രവർത്തകർ നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. എന്നാണെങ്കിൽ അല്പസമയത്തിനകം ഇതാ പ്രധാനമന്ത്രി ആ പ്രധാന വേദിയിലേക്ക്, പദ്ധതികൾക്ക് തറക്കല്ലിടുന്ന, പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ആ വേദിയിലെത്തി നാടിന് വേണ്ടി ആ പദ്ധതികൾ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 10,800 കോടി രൂപയുടെ പദ്ധതികൾ എന്നാണ് അവകാശപ്പെടുന്നത്. ആ പദ്ധതികൾ നാടിനായി സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും തൊട്ടടുത്തുള്ള വേദിയിലേക്ക് എത്തുക. ഇനി ഇതിനിടയിലാണ് ഈ റോഡ് ഷോ നടക്കുക. റോഡ് ഷോ സ്റ്റേഡിയത്തിന്റെ പ്രധാന
കവാടത്തിൽ നിന്ന്, അതായത് നമുക്കറിയാം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഈ പ്രധാന കവാടത്തിൽ നിന്ന് സ്റ്റേഡിയത്തിന്റെ അറ്റം വരെ ഏതാണ്ട് 200 മീറ്റർ ദൂരമാണ്. ആ ദൂരത്ത് തന്നെയാണ് രണ്ട് വശങ്ങളിലായി ഈ രണ്ട് വേദികൾ നിർമ്മിച്ചിട്ടുള്ളത്. ഒന്ന് NDAയുടെ പരിപാടിക്ക് വേണ്ടിയുള്ള വേദി, മറ്റൊന്ന് സർക്കാർ പദ്ധതികളുടെ തറക്കല്ലിടൽ പരിപാടികളുടെ വേദി. ഈ രണ്ട് വേദികളുടെയും ആ 200 മീറ്റർ ദൈർഘ്യത്തിലായിരിക്കും പ്രധാനമന്ത്രി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ റോഡ് ഷോ ആയി നീങ്ങുക. അവിടെയും രണ്ട് വശങ്ങളിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ആ റോഡ് ഷോയാണ് നടക്കേണ്ടത്. അതിനായുള്ള കാത്തിരിപ്പ് എന്താണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വരവ് കാത്തുനിന്ന ആയിരങ്ങളാണ് ഉള്ളത്. നവമി, എന്തായാലും പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി വലിയ തിരക്ക് തന്നെയാണ് BJP പ്രവർത്തകരുടെ. കാണുമ്പോൾ തന്നെ തോന്നും റോഡിന്റെ രണ്ട് സൈഡിലും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ആളുകൾ. പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നുപോയപ്പോൾ വലിയ രീതിയിൽ ആരവം വിളിച്ചുകൊണ്ട്, വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹം കൈവീശി കാണിച്ചപ്പോൾ വളരെ ആരവത്തോടുകൂടി തന്നെയാണ് പ്രവർത്തകരും പ്രധാനമന്ത്രിയെ വരവേറ്റത്. നമ്മൾ ദൃശ്യങ്ങൾ കാണാൻ ഒരു ജനസാഗരം എന്ന് തന്നെ പറയാം. ഈ കലൂർ നഗരം തന്നെ, കലൂർ എറണാകുളം നഗരം തന്നെ ഒന്നാകെ ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തിയ ഒരു പ്രതീതി തന്നെയാണ്. വലിയ ജനത്തിരക്കാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് പരിപാടികളാണ്. അതിൽ രണ്ടാമത്തെ പരിപാടി NDAയുടെ പരിപാടിയിലാണ് പ്രധാനമന്ത്രി എന്താണ് പറയാൻ പോകുന്നത്. കേരളത്തിന് വേണ്ടി ഏതെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കുമോ? മറ്റൊന്ന്, പ്രധാനമന്ത്രി എന്ത് വിമർശനമായിരിക്കും സംസ്ഥാന സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഉന്നയിക്കുക എന്നതുകൂടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഈ രണ്ട് ആദ്യത്തെ പരിപാടിയിൽ പദ്ധതി പ്രഖ്യാപനമാണ്. ആ പദ്ധതി പ്രഖ്യാപനത്തിൽ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാകും. മറ്റൊന്ന് ഈ വിമർശനമായിരിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പറയുന്ന ഓരോ വാക്കുകളും ഏറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് പ്രവർത്തകരെ സംബന്ധിച്ച വലിയൊരു ആവേശം തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം നൽകുന്നതും. ഇവിടെ നമ്മൾ കണ്ടതാണ് ആദ്യത്തെ ഒരു 10 മണിയോടുകൂടി തന്നെ ആദ്യത്തെ വേദി നിറഞ്ഞു കഴിഞ്ഞു. പിന്നീട് അവർക്ക് പ്രവർത്തകർക്കുള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. പിന്നീടാണ് രണ്ടാമത്തെ വേദിയിലേക്ക്, NDAയുടെ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് പ്രവർത്തകരെ ഓരോന്നായി കടത്തിവിട്ടത്. പക്ഷെ അതും ഏകദേശം നിറഞ്ഞിരിക്കുന്ന സാഹചര്യം. പിന്നീട് എല്ലാവർക്കും ഈ റോഡ് ഷോ കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ റോഡിന്റെ രണ്ട് സൈഡുകളിലായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മൾ ഈ നിൽക്കുന്നതിന് ചുറ്റും തന്നെ നോക്കുമ്പോൾ കാണാം ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും റോഡ് ഷോ കഴിഞ്ഞു എന്ന് തോന്നുന്നു. സജിത്ത്, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. റോഡ് ഷോ ആയി തന്നെയാണ് പ്രധാനമന്ത്രി സ്റ്റേഡിയം ഈ ആദ്യത്തെ വേദിയിലേക്ക് എത്തുന്നത്. അവിടെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ പ്രഖ്യാപനം. അതിൽ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ആദ്യം നിർവഹിക്കുക. അതിനുശേഷം മറ്റ് പദ്ധതികൾ, ഊർജ്ജം, റെയിൽവേ അടക്കമുള്ള പദ്ധതികളുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന NDAയുടെ യോഗത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ, ആ പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ എന്താണ് പറയാനുള്ളത് ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട്, BJP പ്രവർത്തകരോട് എന്താണ് പ്രധാനമന്ത്രി പറയാനുള്ളത് എന്നുകൂടിയാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എൽദോ, ഉറപ്പായിട്ടും പ്രധാനമന്ത്രിയുടെ വരവ് അത് കാത്തിരുന്ന പതിനായിരങ്ങൾ ഒരുപക്ഷെ ഈ പ്രധാനമന്ത്രിയുടെ വരവ് ഇത്രമാത്രം ആവേശകരമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ പോലും ഇത്രമാത്രം ഒരു പ്രവർത്തകരുടെ ഒരു ഒഴുക്കുണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല എന്ന് തോന്നുന്നു. അവർ കരുതിയിരുന്നത് ഒരു 30-40 ആയിരങ്ങളാണ് എന്ന് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് 1.5 ലക്ഷം പ്രവർത്തകരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ്. തൃശൂരും എറണാകുളം ജില്ലകളിൽ നിന്ന് മാത്രമായി. അതിൽ നമ്മൾ കണ്ടു 2020യുടെ കിഴക്കമ്പലം മുഴുവനും ഇങ്ങോട്ട് വന്നു എന്ന് പറയാം. ആ രീതിയിലുള്ള ജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഒപ്പം BDJSന്റെ പ്രവർത്തകരുണ്ടായിരുന്നു, BJP പ്രവർത്തകർ. അങ്ങനെ വലിയ രീതിയിലേക്കുള്ള പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു ഈ കലൂർ സ്റ്റേഡിയത്തിലേക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് ശബ്ദം കേൾക്കാൻ തോന്നുന്നു. ഈ വേദിയിലേക്ക്, ആദ്യത്തെ പദ്ധതി പ്രഖ്യാപന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്.
അവിടെയുള്ള വലിയ ആഘോഷം ആരവം നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഇത് തന്നെയാണ് എൽദോ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ ആളുകൾ എല്ലാവരും തന്നെ ജനങ്ങളെല്ലാവരും തന്നെ ഒറ്റ സ്വരത്തിൽ പ്രധാനമന്ത്രിയെ അനുകൂലമായി പ്രധാനമന്ത്രിയെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് വേണ്ടി വലിയൊരു സ്വീകരണം തന്നെയാണ് ഇവിടേക്ക് ഒരുക്കിയിരിക്കുന്നത്. പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. ഇനി പ്രധാനമന്ത്രി മടങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും ഇവരും മടങ്ങുക. പോലീസിന്റെ വലിയ സുരക്ഷയുണ്ട്. രാവിലെ മുതൽ തന്നെ പോലീസിന്റെ വലിയ സുരക്ഷയുണ്ട്. മാധ്യമപ്രവർത്തകർക്കടക്കം കർശന ഉപാധികളോടുകൂടി മാത്രമായിരുന്നു ഉള്ളിലേക്ക് പ്രവേശനമുള്ളത്. സമീപത്ത് നിന്ന് മാധ്യമപ്രവർത്തകരെ അടക്കം ബാരിക്കേഡിന് പുറത്തേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വലിയ സുരക്ഷ മുമ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്ര സുരക്ഷ തന്നെയാണ് ഇത്തവണ പ്രധാനമന്ത്രിക്ക് ഉള്ളതും. അതോടൊപ്പം തന്നെ ആളുകളെല്ലാം തന്നെ ജനങ്ങളെല്ലാം BJP പ്രവർത്തകരെല്ലാം തന്നെ ഒരു ജനസാഗരം എന്ന് തന്നെ നമുക്ക് പറയാമല്ലോ. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കലൂർ സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്നും കാണുന്നത്. കലൂർ സ്റ്റേഡിയത്തിന്റെ സമീപത്ത് അത്രമാത്രം ജനങ്ങൾ അത്രമാത്രം BJP NDA പ്രവർത്തകർ തടിച്ചുകൂടിയെത്തിയിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാവുന്ന പോലെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സന്ദർശനമാണ്. ആ സന്ദർശനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.